നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ലോകവും പെരുമാറ്റ പ്രശ്നങ്ങളും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഫോൺ അഡിക്ഷൻ സംബന്ധിച്ച സൈബർ ചതിക്കുഴികളെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് മൊബൈൽ അഡിക്ഷൻ നമ്മളെ സ്വാധീനിക്കുന്നത്? നോക്കൂ, ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ പലപ്പോഴും ഏകപക്ഷീയമായിട്ട്, അതായത് ഈ പ്രശ്നം എല്ലാം ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെതാണ് അല്ലെങ്കിൽ ഫോണാണ് പ്രതി എന്നുള്ള രീതിയിലേക്ക് ഒരു വിവക്ഷ ഈ അടുത്ത് കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് ഈ ഡിജിറ്റൽ ലോകത്തുണ്ടായ മാറ്റങ്ങളാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവം, അക്രമവാസന, ഇത്തരത്തിലുള്ള വ്യക്തികൾ ഈ സാങ്കേതിക വിദ്യയെ അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തെ പിന്നോട്ടടിക്കുന്നു എന്ന് പറയും. അല്ലെങ്കിൽ കേവലം ഏകപക്ഷീയമായിട്ടുള്ള ഒരു ചിന്തയായിരിക്കും. ഞാൻ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഇതിന്റെ പറയുകയാണെങ്കിൽ, നമുക്കറിയാം, മുന്നെയൊക്കെ ഈ ചലച്ചിത്ര മേഖലകളിലേക്കൊക്കെയും ആർക്കെങ്കിലും കടന്നു വരണമെങ്കിൽ ഉന്നതമായിട്ടുള്ള സ്വാധീനമോ അല്ലെങ്കിൽ വളരെ ആക്സസിബിലിറ്റി ലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് അതിൽ ഏതാണ്ട് ഈ ഡിജിറ്റൽ യുഗം ഒരു ജനാധിപത്യവൽക്കരണം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആർക്കും തന്റെ ടാലന്റ് ലോകത്തോട് വിളിച്ചു പറയുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരുപാട് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നു, അവസരങ്ങൾ നൽകുന്നു. നമുക്കറിയാം, ഈ അടുത്തിറങ്ങിയ ഹിറ്റായ പല ചലച്ചിത്രങ്ങൾ ഉള്ളവരെല്ലാം ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ പോസിറ്റീവ് വശങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തെ ഒരുപാട് തരത്തിൽ നെഗറ്റീവായി, പ്രതിലോമകരമായി, പ്രതികൂലമായിട്ട് ഈ സൈബർ യുഗം ബാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുക എന്നാൽ, ഈ അടുത്ത് തന്നെ നമ്മളൊരു വാർത്ത കണ്ടു. ഒരു കുട്ടി ഐഫോൺ കൊടുത്തില്ല, അല്ലെങ്കിൽ കൂടുതൽ സമയം ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ അനുവദിച്ചില്ല, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നതിന്റെ പേരിൽ തന്റെ റിലേറ്റീവിനെ തന്നെ കൊലപാതകം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു. അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷേ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഏതാണ്ട് 1.5 വർഷക്കാലം മുന്നേ ആയിരിക്കണം നമ്മുടെ സമൂഹത്തിൽ ഒരു കൊലപാതകം നടന്നു കോഴിക്കോട്. ഒരു കുട്ടികൾ തമ്മിലുള്ള ഗ്യാങ് ഫൈറ്റ്. ഇതൊക്കെ എങ്ങനെ ഡിജിറ്റൽ യുഗത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് വെച്ചാൽ, ഇതൊക്കെ റാമ്പന്റായി ഓൺലൈനിൽ ഇത്തരം കണ്ടന്റുകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ്. നമുക്ക് ഒരു സെൻസർഷിപ്പ് ഇല്ല. അപ്പോൾ എന്താണ് ഇത് കാണുന്ന കുട്ടിയുടെ മനസ്സിൽ പതിയുന്ന ചിത്രം? എന്താണ്? അടിയുണ്ടാക്കുന്നത്, പരസ്പരം തല്ലുന്നത്, ഇതൊക്കെ ഹീറോയിസം ആണ് എന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ സമൂഹം വളരെ ഉപരിപ്ലവമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് മാറി പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയെ അവരുടെ രക്ഷിതാക്കളായിരുന്നു കൊണ്ടുവന്നത്. ആ കുട്ടിയുടെ ആവശ്യം, രക്ഷിതാക്കൾ അതിലൊരാൾ ഓട്ടോ തൊഴിലാളിയാണ്, മറ്റേയാൾ അമ്മ ജോലിയില്ലാത്ത ആളാണ്. ആ കുട്ടിയുടെ ആവശ്യം, തന്റെ കൂടെയുള്ള എല്ലാവർക്കും മികച്ച ഫോണുകളുണ്ട്, അവരെല്ലാവരും ഇൻസ്റ്റയിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു, എനിക്ക് മാത്രം അതില്ല. അപ്പൊ ആ കുട്ടിയുടെ ആവശ്യം എന്ന് പറയുന്നത് നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചർ അപ്ലോഡ് ചെയ്യാൻ ഫോൺ ആവശ്യമാണ്. നോക്കൂ, ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ലൈക്ക് കിട്ടുന്നതിനോടോ എനിക്ക് യാതൊരു തരത്തിലുള്ള വിയോജിപ്പുമില്ല. പക്ഷേ നമ്മുടെ സമൂഹം എങ്ങനെയോ, അതായത് നവമാധ്യമങ്ങളിൽ ലഭിക്കുന്ന അംഗീകാരം, ദാറ്റ് ലൈക്ക് ഹണ്ടിങ്, വാണ്ടിങ് ഫോർ ദാറ്റ് ലൈക്ക് എന്നതിലേക്ക് അറിയാതെ കൂടുതൽ ട്രാപ്ഡ് ആയി പോകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അതായത് യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പകരം, അതിനെ അഭിമുഖീകരിക്കുന്നതിന് പകരം ഒരു മിഥ്യാ ലോകം ഉണ്ടാക്കുന്നു, വേർ യു ക്യാൻ പ്രസന്റ് യുവർ സെൽഫ് അറ്റ് ദ ബെസ്റ്റ്. അവിടെ മികച്ച മിഴിവുള്ള ക്യാമറ ഉപയോഗിച്ച് എനിക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. അവിടെ എനിക്ക് നന്മമരമായിട്ട് അഭിനയിക്കാം. അപ്പോ ഒരു ഫാൾസ് ഇമേജ്, ഓൺലൈൻ ഇമേജ് കെട്ടിപ്പടുത്ത് ആ ഇമേജിന്റെ പുറത്ത് ജീവിക്കാൻ മനുഷ്യൻ താല്പര്യപ്പെടുന്നു. അപ്പൊ യഥാർത്ഥ ലോകത്തേക്കുള്ള ഓഫ്ലൈൻ ആയിട്ടുള്ള സോഷ്യൽ കണക്ഷൻ, സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെടുകയാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, അവര് പഠനത്തിൽ നിന്നും പലരും പിന്നോട്ട് പോകുന്നു. അപ്പൊ ഒരിക്കലും ഓൺലൈൻ നവമാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാതിരിക്കാനാവില്ല. ഉപയോഗിക്കരുത് എന്നല്ല പറയുന്നത്, പക്ഷേ അതിന്റെ പർപ്പസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് യൂസ് എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖല ഒരിക്കലും ഓൺലൈൻ യുഗത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. അതായത് ഒരു സൈബർ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെയും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. ഓൺലൈനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ ആരും പഠിപ്പിക്കുന്നില്ല. നോക്കൂ, നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ നിയോ
അലക്സാണ്ടർ യുഗത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ പാനിപ്പത്ത് യുദ്ധം ഇന്ന വർഷമായിരുന്നു. ഓക്കെ, ചരിത്രം നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഓൺലൈനിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് ഒരു ബാലപാഠം എന്നോണം നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് എവിടെയാണ്, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സൈബർ സംസ്കാരം ഇവിടെ ലാക്കിയാണ്, നഷ്ടപ്പെടുകയാണ്. ആരെ വേണമെങ്കിലും നമുക്ക് അധിക്ഷേപിക്കാം. ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്ന് വന്ന് ചീത്ത വിളിക്കുന്നു, നിരന്തരമായി അബ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും നമുക്കറിയാം ലൈംഗികമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ചതിക്കുഴികളിലേക്ക് കുട്ടികൾ പെടുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സൈബർ യുഗത്തിൽ ഉടലെടുക്കുന്നു. അപ്പൊ സൈബർ എന്തിനേയും ഇത് നവമാധ്യമങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുകയല്ല, നവമാധ്യമങ്ങൾ ഉപയോഗിക്കാൻ ഡോക്ടർ തരത്തിലേക്ക്. ഇടപെടുകയാണ്. കണ്ണൂരിൽ നിന്നും രമ എന്ന ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രമ, ചോദിച്ചോളൂ. ഹലോ, കണ്ണൂരിൽ നിന്നാണേ. പിന്നെ എന്റെ മോളെ കുട്ടി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് പഠിക്കും. ഇപ്പം പഠിപ്പിന് കുറവില്ല, എന്നാലും കുറവ് തന്നെയാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഉടനെ ഫോണ് കയ്യിലെടുക്കണം. കുറെ നേരം ഒന്നും വേണ്ട, ചായ ഒന്നും വേണ്ട, കുറെ നേരം കളിച്ചു കഴിഞ്ഞ് നമ്മൾ നിർബന്ധിച്ചാലും വരില്ല. ആ സമയം ആ കഴിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. സംസാരവും കുറവ്, മറ്റു നല്ല സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ജോളിയായിട്ട് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഇപ്പം അതിനൊന്നും സമയമില്ല, എല്ലാ സമയവും ഫോൺ തന്നെ. അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ പിന്നെ ഇനി ബുക്ക് എടുക്കണ്ടേ പഠിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ കളിക്കുന്നത് നമ്മൾ അങ്ങനെ പോയി നോക്കാറില്ല. പക്ഷെങ്കിൽ ആ കളി കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു. പിന്നെ പഠിക്കുന്നുണ്ട്, കുറച്ച് സമയം ആണെങ്കിലും ആ സമയം പഠിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് തൊഴില്ല, പിന്നെ ചോദിച്ചാലും പറയില്ല. നമ്മൾ എന്താ വേണ്ടതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോ നാം ചർച്ച ചെയ്തതിന്റെ ഒരു തുടർച്ച എന്നോണം തന്നെ അതിന് മറുപടി പറയാം. കാര്യം ഇവിടെയും ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ആ കുട്ടി സാമൂഹ്യമായ ബന്ധങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു, പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. അപ്പൊ എന്താണ് ഈ കുട്ടിയെ ഓൺലൈനിലേക്ക് ഹുക്ക് ചെയ്തിരിക്കുന്നത്? മോസ്റ്റ് പ്രോബബ്ലി ഒരുപക്ഷെ ഇൻസ്റ്റഗ്രാം റീൽസ് ആയിരിക്കാം, യൂട്യൂബ് ഷോർട്സ് ആയിരിക്കാം. അതിന്റെ ഒരു ശാസ്ത്രം സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിന് ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോ ഈ യൂട്യൂബ് റീൽസിന്റെയും ഇൻസ്റ്റഗ്രാം ഷോർട്സിന്റെയും ഒക്കെ ഒരു പ്രത്യേകത, ഇൻസ്റ്റ റീൽസിന്റെ പ്രത്യേകത വളരെ ഷോർട്ടാണ്. അപ്പൊ നമുക്ക് ആ ഒന്ന് ബോറടിക്കുമ്പോഴേക്കും അടുത്തതിലേക്ക് നീങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി, കോൺസെൻട്രേഷൻ, ഒരുപാട് നേരം ഒരേ വസ്തുതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ള കഴിവുണ്ടല്ലോ, ആ കഴിവ് പോകെ നഷ്ടപ്പെടുകയാണ്. കാരണം ഈ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയുന്നത് ഇൻവോൾവ് മാത്രമല്ല, അത് നമ്മുടെ അക്വയർഡ് സ്കില്ല് കൂടിയാണ്. അതായത് നമ്മൾ പരിശീലിച്ച് നേടുന്ന ഒരു സ്കില്ല് കൂടിയാണ്. അപ്പൊ ഈ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്, ആ ഷോർട്ട് ഡോപ്പമിൻ റിവാർഡ്സ്, അതായത് ചെറിയ പ്രതിഫലങ്ങൾ, ആ കാണുമ്പോഴുള്ള സന്തോഷത്തിലേക്ക് കുട്ടി മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ പ്രായത്തിൽ ഫോൺ കംപ്ലീറ്റ് നിരോധിക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു പാരന്റൽ കൺട്രോൾ എന്ന് പറയുന്നത് ആവശ്യമാണ്. ഇത്ര സമയം നിനക്ക് ഈ സ്വകാര്യത എന്ന് പറയുന്ന ഇത്തരം കാര്യത്തിൽ നമ്മൾ കൊടുക്കേണ്ടതില്ല. കാരണം ആ കുട്ടികൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ സൂപ്പർവിഷനോട് കൂടി, ഇത്ര സമയം സൂപ്പർവിഷനോട് കൂടി നിനക്ക് ഇത് ഉപയോഗിക്കാം. അതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ പാരന്റ്സ് തന്നെയാണ് അതിന് മാതൃക കാണിക്കേണ്ടത്. കാരണം ഞാനൊരു ഉദാഹരണം പറയട്ടെ. പലപ്പോഴും ഇത്തരം രക്ഷിതാക്കൾ കുട്ടികളെയും കൊണ്ട്, ഞങ്ങളുടെ ഒപ്പിൽ നിത്യ സംഭവമാണ്, കുട്ടികളെയും കൊണ്ടുപോയി. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ കുട്ടി ചെറുപ്പത്തിലെ കണ്ടു വളരുന്നത് തന്റെ രക്ഷിതാക്കൾ ഇതുപോലെ നിത്യം ഫോണിലായിരിക്കും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോണിലായിരിക്കും. കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഫോൺ കാണിച്ച് ഫീഡ് ചെയ്യാൻ നോക്കും. അങ്ങനെയുള്ള ഒരു കുട്ടി സ്വാഭാവികമായിട്ടും വളർന്നു വരുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് ഫോൺ ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലൊരിക്കലും കുട്ടിയെ ബ്ലെയിം ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം ഫേം ആൻഡ് അസേർട്ടീവ് ആയിട്ട് കാര്യങ്ങൾ പറയുക. ഇത്ര സമയം നിനക്ക് ഉപയോഗിക്കാം, അത് കഴിഞ്ഞ് മാറ്റി വെക്കാം. ഇനി ചിലരിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, അതായത് ഫോൺ മാറ്റുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, അങ്ങനെയുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ, റൈറ്റ്, അത്തരം പെരുമാറ്റ പ്രശ്നങ്ങൾ ബിയോണ്ട് ലിമിറ്റ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സർവീസ് നിങ്ങൾക്ക് തേടാവുന്നതാണ്. കാരണം മുൻപത്തെ പോലെ അല്ല. മുൻപ് സമൂഹത്തിൽ നമുക്കിപ്പോ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു സ്റ്റിഗ്മറ്റൈസ്, അവമതിപ്പുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ നിത്യേന ഇത്തരം കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ പലർക്കും അണ്ടർലൈങ് ആയിട്ട് വേറെ ചില പ്രശ്നങ്ങൾ കാണാം. ചിലർക്ക് ഒരുപക്ഷെ സാമൂഹ്യ ഉത്കണ്ഠ രോഗമായിരിക്കാം, ചിലർക്ക് ADHD എന്ന് പറയുന്ന അസുഖമായിരിക്കാം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതിന്റെയൊക്കെ ശാസ്ത്രീയമായ പരിശോധന ചെയ്തതിന് ശേഷം കൂടുതലായും
ബിഹേവിയറൽ തെറാപ്പി, പെരുമാറ്റ മോഡിഫിക്കേഷനുള്ള കാര്യങ്ങൾ പറഞ്ഞു നൽകുകയും അതോടൊപ്പം തന്നെ ചില അവസരങ്ങളിലെങ്കിലും മരുന്ന് ചികിത്സ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിലേക്കും നയിക്കാം. അപ്പൊ നിങ്ങൾ കണ്ണൂരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ട്, ഇവിടെയൊക്കെയും ചെന്ന് സേവനം തേടാവുന്നതാണ്. നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. ഒരിക്കലും നമ്മൾ വൈകാരികമായിട്ട് അമിത പ്രതികരണം നടത്തരുത്. അതായത് കുട്ടിയെ ഭയങ്കരമായിട്ട് ശാസിക്കുക അല്ലെങ്കിൽ അടിക്കുക, ഇത്തരം കാര്യങ്ങൾ കൂടുതൽ. കാരണം അഡോളസന്റ് ഏജ് കൗമാര പ്രായം കൂടെയാണല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക? കുട്ടി വീണ്ടും വാശി കൂടും. ഓക്കെ, അപ്പോൾ ഡെസിഷൻ എടുക്കുന്നത് നമ്മളായിരിക്കണം, പക്ഷെ ആ എടുക്കുന്നത് ജോയിന്റ് ഡെസിഷൻ ആണ്. ഞാനും എന്റെ കുട്ടിയും ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ് എന്ന രീതിയിലേക്ക് കുട്ടിയെ കൺവിൻസ് ചെയ്യണം. അതല്ലാതെ നമുക്ക് ഇത്ര നേരത്തേക്ക് ഇത് ഉപയോഗിക്കാം, അതല്ലാതെ ഇനി നീ ഇത് ഈ സമയത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ നിന്റെ മുട്ടുകാല് തല്ലിയൊടിക്കും, അത്തരത്തിലുള്ള സെന്റൻസുകളൊന്നും ഉപയോഗിക്കുകയേ ചെയ്യരുത്. അത് കുട്ടികളെ കൂടുതൽ നമ്മളിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുക. ഓക്കെ. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കാസർഗോഡ് നിന്നും ഖദീജയാണ്. ഖദീജ, ചോദിച്ചോളൂ. ശ്രീജ ചോദിച്ചു. എന്റെ മോനും അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നാലേ മൊബൈലോട്, പഠനത്തിന് താല്പര്യമില്ല. എത്ര വയസ്സാണ് മോന്? 17 വയസ്സായി. +1 +2 അല്ലേ? പ്ലസ് 2 പഠിക്കുന്നു. ഓക്കെ, ഇത് എത്ര കാലം ഇങ്ങനെ തുടങ്ങിയിട്ട്? മോന് ഇങ്ങനെ ചെറുപ്പത്തിലെ ഫോണ് ഭയങ്കര വേഷം. അച്ഛന്റെ ഫോൺ കൊടുക്കായ്ക്കുമ്പോ, അച്ഛൻ്റെ എന്റെ കൊടുക്കായ്ക്കുമ്പോ മോൻ പറഞ്ഞു, നിങ്ങൾ തന്നില്ലേ ഞാൻ പുതിയ ഫോൺ വാങ്ങുമെന്ന് പറയുന്നേ. വാങ്ങും എന്ന് പറഞ്ഞിട്ട് ഫോണോട് ഭയങ്കര ഇതന്നെ. രാത്രി 11 മണി വരെ പരീക്ഷ സമയത്തും ഫോൺ കയ്യിൽ നിന്ന് വെക്കുന്നില്ല. നോക്കൂ, ഇതേ പ്രശ്നമായിരുന്നു തൊട്ട് മുൻപ് വിളിച്ച പ്രേക്ഷയ്ക്ക്. ഇതിൽ അനുബന്ധമായിട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ്? വേറൊന്നും പറയുന്നില്ല. അവന്റെ അനിയനും അങ്ങനെ, അവൻ ചെറിയ കുട്ടി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അവനും ഫോണോട് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പഠിക്കും, കുറച്ച് മൂത്ത കുട്ടീനായിട്ടും കുറച്ച് അധികം പഠിക്കും. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു സർട്ടൻ ലെവൽ ഓഫ് കൺട്രോൾ, നിയന്ത്രണം നമുക്ക് ഏർപ്പെടുത്തിയേ പറ്റുള്ളൂ. അപ്പോ ഒരു ഫിക്സഡ് അവേഴ്സ് സൂപ്പർവൈസ്ഡ് ആയിട്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളും കൂടെ കാണുന്ന വിധത്തിൽ അനുവദിച്ചു കൊടുക്കാം. പക്ഷേ പിന്നീട് ഇപ്പോ ഈ ഫോണെല്ലാം, ഇത്തരത്തിലുള്ള ഫോണിൽ കൂടുതലായി സമയം ചെലവഴിക്കുന്ന കുട്ടികൾ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഫോണിന്റെ അവേഴ്സ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ അവരുടെ ആ വോയിഡ്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോ അതിലേക്ക് ഒരിക്കലും നമ്മൾ അവരെ ഒരു 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടാൻ നമുക്ക് കഴിയില്ല. അപ്പൊ കുട്ടിക്ക് ആസ്വാദ്യകരമായിട്ടുള്ള ആരോഗ്യത്തിന്, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കുട്ടിയെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, ഈ കുട്ടി ഇപ്പോൾ 17 വയസ്സുള്ള കുട്ടിയാണെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഫുട്ബോൾ പോലെയുള്ള അത്തരത്തിലുള്ള ഫിസിക്കൽ ഗെയിംസിലേക്കാണെങ്കിൽ നമുക്ക് അതിലേക്ക് വഴിതിരിച്ചു വിടാം. അതുകൊണ്ട് എന്താണ്, നമുക്ക് ശാരീരികമായിട്ടുള്ള ഗുണമുണ്ട്, മാനസികമായിട്ടുള്ള ഗുണമുണ്ട്. അപ്പോ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മേഖലകളിലേക്ക് കുട്ടിയെ തിരിച്ചുവിടാം. ഇനീഷ്യലി ആദ്യം തന്നെ നമ്മൾ ഫോണിന്റെ ടൈം ലിമിറ്റേഷൻ ഏർപ്പെടുത്തുമ്പോൾ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം, ചിലപ്പോൾ ഉറക്കമില്ലായ്മ, ഇത്തരം പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് ഏതാനും ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം നീണ്ടു നിന്ന് വരാം. അതിനുള്ളിൽ എന്തായാലും ശരിയായിരിക്കും. ഇനി അങ്ങനെ ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ, സൈക്യാട്രിസ്റ്റിന്റെ സേവനം തേടാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ചെറിയ കുട്ടിയും ഇതേപോലെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു ബയോപ്സിയാണ്. നിങ്ങൾ ബയോപ്സി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ബയോപ്സി എന്ന് വെച്ചാൽ നമ്മളൊരു അവയവത്തിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ, രോഗം ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ ആ അവയവത്തിന്റെ ഒരു ടിഷ്യൂ, ഒരു കോശം, കുറച്ച് കോശങ്ങളുടെ ഒരു ഭാഗം എടുത്ത് പരിശോധിക്കും. അതുപോലെ തന്നെയാണ് കുട്ടികൾ എന്ന് പറയുന്നത്. ചൈൽഡ് ഈസ് ലൈക്ക് എ ബയോപ്സി ഓഫ് ദ ഫാമിലി. അപ്പൊ ഫാമിലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതാണ് കുട്ടിയിലും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ കുട്ടി എന്തായിരിക്കും പലപ്പോഴും വെച്ചാൽ, കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ പറയുന്നത് കേട്ടല്ല. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് നമ്മൾ പറയുകയല്ല വേണ്ടത്. വി ഷുഡ് ബി ദ മോഡൽസ്. നമ്മൾ അവർക്ക് മാതൃക കാണിക്കുകയാണ്. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്വാഭാവികമായിട്ടും അവൻ എന്തൊക്കെയോ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്, മാതൃകയാക്കുന്നതാണ്. അവൻ നോക്കുമ്പോൾ അവന്റെ രക്ഷിതാക്കൾ അങ്ങനെ ചെയ്യുന്നു, അവന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അത് കണ്ടാണ് പഠിക്കുക. അപ്പൊ പാരന്റിങ് എന്ന് പറയുന്നത് കേവലം ഭാഷണങ്ങളല്ല.
നമ്മുടെ സംസാരമല്ല പാരന്റിങ്ങിൽ, റാദർ സംസാരത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് പറയാം, നമ്മുടെ ആക്ഷൻസ് ആണ്, അല്ലെ? അതുകൊണ്ടാണ് ഇതിന്റെ അനുബന്ധമായിട്ട് എനിക്ക് ഒരു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ പറയുന്നില്ല, ഇപ്പോ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ആക്രമണോത്സുകത ഏറെ വർദ്ധിച്ചു നിൽക്കുന്ന ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന് ഒരുപാട് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്, അത് നല്ലതാണോ ചീത്തതാണോ എന്നൊക്കെ. എന്ത് തന്നെയാണെങ്കിലും കുട്ടികളെ അത്തരത്തിൽ കാണിക്കരുത് എന്ന് പറയുന്നത് എന്താണ്? കുട്ടി അതിൽ നിന്ന് മനസ്സിലാക്കുക വയലൻസ് ഈസ് ഓക്കെ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, കുട്ടികൾ പഠിക്കുന്നത് കണ്ടു പഠിക്കുകയാണ്, ഇമിറ്റേറ്റീവ് ബിഹേവിയർ. അതായത് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു കുട്ടി അത് അനുകരിക്കും. അപ്പൊ നമുക്ക് തന്നെയും ആദ്യം മാതൃക കാണിക്കണം. ഈ 17 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ കൗമാരപ്രായം, ആ പ്രായമായതുകൊണ്ട് തീർച്ചയായിട്ടും വാശി, ചില നിർബന്ധ ബുദ്ധി അതൊക്കെ അവർ കാണിക്കും. കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോ അവരുടെ കൂടെ നിന്ന് അവരെ എതിർക്കുക എന്നുള്ള തോന്നൽ ഇല്ലാതെ തന്നെ നമ്മൾ സമചിത്തത കൈവിടാതെ സംസാരിക്കുക. പക്ഷെ നിയന്ത്രണം നമ്മുടെ കയ്യിലായിരിക്കണം. എന്നതിന് ശേഷം അത് ബിയോണ്ട് യുവർ കൺട്രോൾ, നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സൗകര്യം തേടാവുന്നതാണ്. ഓക്കെ. കാരണം കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ വിളിച്ച അതേ പ്രേക്ഷകർ ചോദിച്ച അതേ ചോദ്യം തന്നെ, അതേ മറുപടി തന്നെ പറയുകയാണ്. മറ്റ് പെരുമാറ്റ പ്രശ്നങ്ങൾ, ചിലരിൽ സാമൂഹ്യ ഉത്കണ്ഠ രോഗം ഉണ്ടാവാം, ചിലരിൽ വിഷാദ രോഗം ഉണ്ടാവാം. ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കേവലം ഫോൺ അഡിക്ഷൻ എന്ന ഒറ്റ ലേബലിൽ അതൊരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആണ്, ഒരു മഞ്ഞുമലയുടെ അറ്റം. അതിന്റെ താഴേക്ക് എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം, ആ ഫാമിലിയുടെ പ്രശ്നം, അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ദ ടേക്ക് ഹോം പോയിന്റ് ഇസ്, വെനെവർ യു ആർ ഇൻ ട്രബിൾ, ഓക്കെ, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സീക്ക് ഹെൽപ്പ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ജയപ്രകാശ് ആണ്. ജയപ്രകാശ്, ചോദിച്ചോളൂ. ഓക്കെ, സാർ, എന്റെ പേരക്കുട്ടി, അതായത് മകന്റെ മകൻ, ഓക്കെ, അപ്പൊ അവന് ഈ ഫോണ് 4 വയസ്സാണ്, LKG പഠിക്കുകയാണ്. ഫോൺ ഭക്ഷണം കഴിക്കൂല, അത് മാത്രമാണോ? വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അല്ല, അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര വിഷയമാണ്, ദേഷ്യമാണ്. ഫോണ് കൊടുത്തിട്ടില്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചുടയ്ക്കുക, അങ്ങനത്തെ സ്ഥിതി വിശേഷമാണ്. ഫോണിൽ എന്താണ് കാണുന്നത് കുട്ടി? കാണാൻ കുട്ടികൾക്കുള്ള കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. കാർട്ടൂണുകളാണോ? കാർട്ടൂൺസ് യൂട്യൂബ് നോക്കുന്നില്ല. നോക്കൂ, ഞാൻ നിങ്ങളെ തെറ്റു പറയുകയല്ല, പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ഈ ശീലം കുട്ടിയിലേക്ക് വന്നത്? ശീലം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്റെ മകന്റെ മകൻ, പ്രീഡിയിൽ പഠിക്കുന്ന മകൻ സ്ഥിരമായിട്ട് ഫോണ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ തിരുത്തൽ ആവശ്യം. ഈ കുട്ടിക്ക് നമുക്ക് ഗുണദോഷം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രായമല്ലല്ലോ. അപ്പൊ ആ കുട്ടി, ഞാൻ ഒരുപക്ഷെ നിങ്ങൾ തൊട്ട് മുൻപത്തെ പ്രേക്ഷകരെ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ കുട്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമിറ്റേറ്റീവ് ബിഹേവിയർ. ആ കുട്ടി കാണുന്ന കാര്യങ്ങൾ ആ കുട്ടി അനുകരിച്ചതാണ്. അപ്പൊ ഈ കുട്ടിക്ക് ഫോൺ ഈ പ്രായത്തിൽ എക്സ്പോസ് ചെയ്തു എന്നുള്ളത് നമ്മുടെ വശത്ത് നിന്ന് വന്ന ഒരു ചെറിയ തെറ്റാണ്. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്കത് തിരുത്താവുന്നതേ ഉള്ളൂ. അപ്പോ എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ ഈ സ്ക്രീൻ, അതായത് ഫോൺ ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ജൈവികമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ചത് ഫോൺ ഉണ്ടായിട്ടല്ല. അപ്പൊ ഫോൺ കൊടുക്കുന്നു, ഫോൺ കൊടുത്താലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള രീതി ഒരു ആർജിത സ്വഭാവമാണ്, അക്വയർഡ് ബിഹേവിയർ. അപ്പൊ അതേ അക്വയർഡ് ബിഹേവിയർ ഓർ ലേൺഡ് ബിഹേവിയർ എന്ന് പറയും. നമ്മൾ പഠിച്ചെടുത്ത ഒരു പെരുമാറ്റം, ആ പെരുമാറ്റത്തെ അൺലേണും തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഫോൺ മാറ്റുക, ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം ഇനി അപ്പോൾ വാശി പിടിച്ച് കഴിക്കുന്നില്ല എങ്കിൽ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം വിശപ്പ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജൈവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. കുട്ടിക്ക് അല്പം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശക്കുമ്പോൾ കഴിച്ചോളും. ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഏതാനും ആഴ്ചകൾ കുട്ടി ടാൻട്രംസ് എന്ന് പറയും, അതായത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം അത്തരം കാണിച്ചേക്കാം. ആ കാണിക്കുന്നത് നമുക്ക് പ്രശ്നമല്ല, കാരണം അതിന്റെ തോത് ഓവർ ഡേയ്സ്, ദിവസങ്ങൾ കഴിയുന്തോറും, ആഴ്ചകൾ കഴിയുന്തോറും കുറഞ്ഞു വരും. അപ്പോ കുട്ടി കരയണ്ട എന്നതിന്റെ ഒരു താൽക്കാലിക പരിഹാരം അല്ലെങ്കിൽ ക്വിക്ക് ഫിക്സ് ആയിട്ട് ഓക്കെ എന്നാ കൊടുത്ത് ഒഴിവാക്കിയേക്ക്, ശല്യം തീരട്ടെ എന്ന രീതിയിൽ നമ്മൾ ചെയ്യരുത്. ഇത് പലപ്പോഴും നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതം ഉണ്ടല്ലോ, ഇപ്പോ നമ്മൾ തന്നെ പലപ്പോഴും കാണാറുണ്ട്, പാരന്റ്സ് രണ്ടുപേരും IT പ്രൊഫഷണൽസ് ആയിരിക്കാം, മറ്റാരും ഉണ്ടാവില്ല. അപ്പൊ കുട്ടി ഭക്ഷണം പെട്ടെന്ന് കഴിക്കണമെങ്കിൽ ഒരു കാർട്ടൂൺ കാണിച്ചു കൊടുക്കണം. അപ്പോ അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോ പറ്റിയ തെറ്റ് നമുക്ക് തിരുത്താം. അങ്ങനെ നമ്മൾ അറിയാതെ ഇൻട്രൊഡ്യൂസ് ചെയ്തു പോയി,
പക്ഷെ അത് ഗ്രാജുവലി തിരുത്തുക എന്നത് മാത്രമാണ് ഇവിടുത്തെ നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഒരിക്കലും ആ കുട്ടിക്ക് എന്തുകൊണ്ട് ഫോൺ ഉപയോഗിച്ചുകൂടാ എന്നതിന്റെ ഒരു റാഷണൽ, അതിന്റെ ന്യായീകരണം കുട്ടിയോട് പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം ശരി തെറ്റുകൾ, ശരി ഏത് തെറ്റ് ഏത് എന്ന് മനസ്സിലാക്കാനുള്ള പക്വതയുള്ള പ്രായമല്ല ഈ LKG എന്ന് പറയുന്ന പ്രായം. ഓക്കെ, ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, ഈ ഡിജിറ്റൽ അഡിക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ കുട്ടികളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ? പ്രായഭേദമന്യേ ഈ പ്രശ്നം നിലനിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഫോൺ ഫോൺ കേവലം സംസാരിക്കാനല്ലേ, അത്യാവശ്യത്തിന് മാത്രമല്ലേ എന്ന് പറഞ്ഞിരുന്ന പല തലമുറയിലെ ആൾക്കാർ ഇപ്പോൾ നിത്യേന ഫോണിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോ ഇതിന് പ്രായം എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഒരു കൺസിഡറേറ്റിംഗ് ഫാക്ടർ, ഒരു കൺസിഡർ ചെയ്യേണ്ട, പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയം മാത്രമല്ല. ഏത് പ്രായത്തിലും ഇത്തരം അഡിക്ഷൻ വരാം. ഇതിന് വ്യക്തമായിട്ടുള്ള ശാസ്ത്രീയ അടിത്തറയുണ്ട്. അതായത് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുമ്പോൾ ഒരുപക്ഷെ ഈ മദ്യത്തിന്റെ അഡിക്ഷൻ അല്ലെങ്കിൽ കഞ്ചാവിന്റെ അഡിക്ഷൻ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് ബിഹേവിയറൽ അഡിക്ഷൻസ് എന്ന് വരാം. കാരണം ഇതിന്റെയൊക്കെ നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് ഈ ലഹരി വസ്തുക്കളുടെ അഡിക്ഷന് സമാനമായിട്ടുള്ളതാണ്. കാരണം നമ്മുടെ തലച്ചോറിന് ഡോപ്പമിൻ, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സാധാരണയിലും കൂടുതലായിട്ടുള്ള അളവിലുള്ള ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഒരു ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുള്ള അതേ വ്യക്തിയുടെ അതേ തലച്ചോറിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ നിരന്തരമായി ഓൺലൈൻ ഗെയിമിങ്ങിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് എല്ലാം കാണുന്നത്. സോ ദിസ് ഇസ് ടോട്ടലി സയന്റിഫിക്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ കൂടുതലായി കുട്ടികളുടെ കാര്യത്തിൽ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, അവരുടെ തലച്ചോറ് എന്ന് പറയുന്നത് വികാസം പ്രാപിക്കാത്ത തലച്ചോറാണ്. നമ്മുടെ തലച്ചോറിന് ചുറ്റും മൈലിൻ എന്ന് പറഞ്ഞൊരു ആവരണമുണ്ട്. ആ ആവരണം കംപ്ലീറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ബ്രെയിനിന്റെ മൈലിനേഷൻ പൂർത്തിയാവുക ഏതാണ്ട് 23-25 വയസ്സാണ്. അപ്പൊ അതുവരേക്കുമുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമുക്ക് പക്വത കുറവായിരിക്കും, എടുത്തുചാട്ടം കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, അപ്പൊ ഒരു ഡെവലപ്പിംഗ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു നമ്മുടെ കളിമണ്ണ്, കുഴഞ്ഞിരിക്കുന്ന കളിമണ്ണ് പോലെയാണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാം. അങ്ങനെ മോൾഡ് ചെയ്യപ്പെടേണ്ട, നല്ല ഒരു ശില്പമായിട്ട് മോൾഡ് ചെയ്യപ്പെടേണ്ട ഒരു പ്രായത്തിൽ അവരുടെ തലച്ചോറിന്റെ ശേഷികൾ, ദീർഘനേരം ഒരേ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ള ശേഷികളൊക്കെയും നിരന്തരമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെ കുറയുന്നു. അപ്പോ വൾണറബിൾ ബ്രെയിൻ ആയതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ എടുത്തു പരാമർശിക്കുന്നത്. അഡൽട്സിനും പ്രായപൂർത്തിയായവർക്കും ഇത് തീർത്തും ബാധകമാണ്. കാരണം ഈ കേവലം കുട്ടികൾ മാത്രമല്ല, നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ പറയുന്നത് മുൻപത്തേക്കാൾ എത്രയോ എന്റെ പ്രൊഡക്ടിവിറ്റി എനിക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും, നിങ്ങൾ തന്നെയാണെങ്കിലും, ഞാനാണെങ്കിലും, നമ്മൾ വെറുതെ ഇരുന്നാൽ ആ സമയം ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലേക്ക് ഫോൺ വരും. ഫോണിലെടുത്ത് വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം നോക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. ദാറ്റ് ഈസ് നോർമൽ. പക്ഷെ പലപ്പോഴും പല പ്രായമായവരും മുന്നത്തേക്കാൾ എത്രയോ, എൻ്റെ അടുത്ത് IT പ്രൊഫഷണൽസ് ഒക്കെ പറയാറുണ്ട്, മുന്നത്തെ പോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മണിക്കൂറുകളോളം വെറുതെ നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള. അപ്പൊ ഇത് കേവലം ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല. ഓരോ പ്രൊഫഷണലിന്റെയും ഇത്തരത്തിലുള്ള സമയം നഷ്ടപ്പെടുമ്പോൾ നെറ്റ് എഫക്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സൊസൈറ്റിയുടെ, സമൂഹത്തിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈം ഒരുപാട് അതിൽ നഷ്ടപ്പെടുകയാണ്. ഞാൻ ചെറിയൊരു കാര്യം കൂടെ അവിടെ പറയാം. അതൊരു കോൺസ്പിറസി തിയറിയാണ്. അതായത് ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇന്ത്യയിൽ കയറഴിച്ചു ഇട്ടുള്ള രാജ്യങ്ങളൊക്കെയും, ഇത് ഇന്ത്യ ഏറ്റവും യൂത്ത് റിച്ച് ആയിട്ടുള്ള കൺട്രിയാണ് ഇന്ത്യ. അപ്പൊ നമ്മുടെ വളർച്ചയെ തടയാൻ, നമ്മുടെ യൂത്തിനെ ഇതേപോലെ സൈബർ പോൺ തുടങ്ങിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അടിമയാക്കാൻ അമേരിക്കയും ചൈനയും ഒക്കെ നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നൊക്കെയുള്ള കോൺസ്പിറസി തിയറി ഉണ്ട്. അതിലെ ആ കോൺസ്പിറസി പാർട്ടല്ല എന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ യൂത്തിന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത്തരം പ്രശ്നങ്ങളിൽ മനോരോഗ വിദഗ്ധരുടെ റോൾ എന്താണ്? എന്താണ് ഈ പ്രശ്നത്തിന് പരിഹാരം? ഇതിന് ചികിത്സയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ പലപ്പോഴും പറയുന്ന ഈ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആയിരിക്കും. അപ്പോ ഒരു കുടുംബത്തിലെ മറ്റു വ്യക്തികൾ കാണുമ്പോൾ അദ്ദേഹം ഒരുപാട് സമയം ഫോണിൽ ചെലവഴിക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കും അവർക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷെ ഒരു മാനസികാരോഗ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തകയ്ക്കാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യം, അതിനു പിന്നിൽ ഒരുപക്ഷെ സാമൂഹ്യ ഉത്കണ്ഠ രോഗം ഉണ്ടാവാം, അതിനു പിന്നിൽ ഒരുപക്ഷെ വിഷാദ രോഗം ഉണ്ടാവാം. ചിലർക്കിപ്പോ എനിക്ക് പുറത്തേക്കിറങ്ങി വ്യക്തികളോട് മുഖാമുഖം സംവദിക്കാനുള്ള ശേഷിയില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഞാൻ ഓൺലൈനിൽ ഐ എം കംഫർട്ടബിൾ. കാരണം എന്താണ്, അവിടെ എനിക്കൊരു മുഖംമൂടി ഉണ്ട്. അപ്പൊ ആ മുഖംമൂടിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം.
പക്ഷേ ഇൻ എഫക്ട് എന്താണ് ശരി സംഭവിക്കുന്നത്? ഡോക്ടർ, സമയത്തിന്റെ പരിമിതി മൂലം ഇടപെടുകയാണ്. ഡിജിറ്റൽ ലോകവും പെരുമാറ്റ പ്രശ്നങ്ങളും എന്ന വിഷയമാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്തത്. ഇതിനായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനാണ് ഇന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ, നന്ദി. ഓക്കെ, താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.